എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പോഷൻ ട്രാക്കറിനകത്ത് പുതിയൊരു അപ്ഡേഷൻ കൂടെ ഇപ്പോൾ അടുത്തതായി വന്നു. നിർബന്ധമായിട്ടും ഈ വരുന്ന അപ്ഡേഷനുകളൊക്കെ എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം തുടർന്നുള്ള പോഷൻ ട്രാക്കർ പ്രവർത്തനം നമ്മൾ ചെയ്ത് പൂർത്തിയാക്കേണ്ടത്. അപ്പോൾ റീസെൻ്റായിട്ട് വന്നിട്ടുള്ള പുതിയ വേർഷൻ നമ്പർ എന്ന് പറയുന്നത് 25.2.8 ആണ്. അപ്പോൾ ഈ ഒരു വേർഷൻ നമ്പർ നിങ്ങൾ വന്നു എന്ന് ഉറപ്പാക്കേണ്ടത് നിങ്ങൾ ഏത് ഫോണിലാണോ പോഷൻ ട്രാക്കർ ഉപയോഗപ്പെടുത്തുന്നത് ആ ഫോണിലാണ് ഈ നമ്പർ വന്നു എന്നുള്ളത് നിങ്ങൾ ആദ്യം ഉറപ്പാക്കേണ്ടത്. അപ്പോൾ ഈ നമ്പർ വരുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ ഫോണിലുള്ള ഗൂഗിൾ പ്ലേ സ്റ്റോർ വഴി തന്നെ സാധാരണ പോലെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ലോഗിൻ ചെയ്ത് വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾ തലേ ദിവസം ഓർമ്മയില്ലാതെ ലോഗൗട്ട് ചെയ്യാൻ മറന്നിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് ലോഗിൻ ചെയ്താൽ തന്നെ ഇത് നിങ്ങൾക്ക് താഴെ ഈ ഒരു വേർഷൻ നമ്പർ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ മോർ ഓപ്ഷൻ ചെന്ന് കഴിഞ്ഞാലും ഈ ഒരു നമ്പർ 25.2.8 എന്നുള്ളത് ഇത് പ്രകാരം കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് നമ്മളുടെ ഫോണിനകത്തും പുതിയ അപ്ഡേഷൻ വന്നു എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കേണ്ടത്. അപ്പോൾ ഈ വരുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത് അറിയണം. അതായത് ഓരോ അപ്ഡേഷൻ വരുന്ന സമയത്തും പുതിയ കാര്യങ്ങളായിരിക്കും ആഡ് ഓൺ ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ കഴിഞ്ഞ വേർഷനിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ നേരിട്ടുള്ള തടസ്സങ്ങളും പ്രയാസങ്ങളും നീക്കം ചെയ്തുകൊണ്ടായിരിക്കും ഇതിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇതൊക്കെ കൃത്യമായി നമ്മളെ ഫോണിലേക്കും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അപ്ഡേഷൻ ഉറപ്പാക്കണം. നമുക്കറിയാം കഴിഞ്ഞ വേർഷൻ അതായത് 25.2.8 ഏറ്റവും വലിയ മാറ്റമാണ് പോഷൻ ട്രാക്കറിലെ ഭവന സന്ദർശന രജിസ്റ്ററിൽ വന്നിട്ടുള്ളത്. കൃത്യമായിട്ട് അറിയാം, ഓരോ ഭവന സന്ദർശനം നടത്തുന്നത് ഓരോ ഗുണഭോക്താക്കളുടെ വീടുകളിലാണ്. ഗുണഭോക്താക്കൾ നമുക്ക് പലതരത്തിലുള്ള ഗുണഭോക്താക്കളാണുള്ളത്. നമുക്കറിയാം ഓരോ ഗുണഭോക്താക്കളുടെ വീടുകളിൽ ചെല്ലുന്ന സമയം അവർക്ക് അനുയോജ്യമായിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കേണ്ടതായിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള മറുപടി നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഈ കിട്ടുന്ന മറുപടിയും ചോദ്യങ്ങളൊക്കെ തന്നെ നമുക്ക് പോഷൻ ട്രാക്കറിലേക്ക് കൂടി രേഖപ്പെടുത്തണം. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു മാറ്റമാണ് ഇതിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഇതെല്ലാം കൃത്യമായി നമ്മളെ ടീച്ചേഴ്സിന് അറിയണമെന്നുണ്ടെങ്കിൽ പോഷക ഭാഷ ചാനലിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഓരോ അപ്ഡേഷനുകളും കൃത്യമായി നിങ്ങളിലേക്ക് വിവരിച്ച് തരുന്നുണ്ട്. ഇതെല്ലാം കൃത്യമായി ഫോളോ ചെയ്ത് സമയം കണ്ടെത്തി മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് ഓരോ വേഷനിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ മുടക്കം കൂടാതെയുള്ള സേവനങ്ങൾ നമുക്ക് ഉറപ്പാക്കാനും കഴിയുകയുള്ളൂ. അപ്പോൾ കഴിഞ്ഞ സെഷൻ നമ്മൾ വീഡിയോ കണ്ടവർക്ക് കൃത്യമായി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണ രൂപം അറിയാൻ സാധിക്കും. അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ സെഷനുകളും നിങ്ങൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കണമെന്ന് പറയുന്നത് അങ്കണവാടി പ്രവർത്തനങ്ങൾക്ക് പരാതികളില്ലാത്ത സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനും മുടക്കം കൂടാതെയുള്ള സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനൊക്കെ നിങ്ങൾക്ക് ഈ സെഷൻ ഉപകരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമുക്കറിയാം പോഷൻ ട്രാക്കർ എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ലെവലിലൊരു ആപ്ലിക്കേഷനാണ്. അതിൽ കൂടുതലായിട്ടും ഇംഗ്ലീഷിലും ഹിന്ദിയിലാണ് ഓരോ അപ്ഡേഷനുകൾ വന്നുകൊണ്ടിരിക്കുക. അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ലളിതമായി നിങ്ങൾക്ക് പോഷൻ ട്രാക്കർ എങ്ങനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും, അതിൽ ഏതൊക്കെ കാര്യങ്ങൾ വിട്ടുപോകാതെ പോഷൻ ട്രാക്കർ 100% എൻട്രികൾ വരുത്താൻ കഴിയും, ഇതിനൊക്കെ വേണ്ടി തന്നെയാണ് നിങ്ങളെ സഹായിക്കുന്നതിന് ഈ സെഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആയതുകൊണ്ട് കൃത്യമായി സമയം കണ്ടെത്തി തന്നെ ഇതെല്ലാം മനസ്സിലാക്കി ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്ന് സെഷൻ കൊണ്ടുപോകുന്നത് പുതുതായി വന്നിട്ടുള്ള 25.2.8 അതായത് നമ്മളിപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള വേർഷനിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പ്രധാനമായിട്ടും ഇതിലേക്ക് വന്നിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് ECCയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എന്താണ് ECC എന്നുള്ളത് നമ്മൾ കൃത്യമായി പലകുറി ആവർത്തിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം നമ്മൾ അങ്കണവാടിയിൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളാണ് വരുന്നത്. അതിൽ 3 to 6 തന്നെ 2 വിഭാഗങ്ങളുണ്ട്. ഒന്ന് സ്കൂൾ ഗോയിങ്ങും അതേപോലെ തന്നെ അങ്കണവാടിയിൽ വരുന്നതും. അവർ നമ്മൾ പ്രീ സ്കൂൾ കുട്ടികളെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പ്രീ സ്കൂളിൽ വരുന്ന പ്രീ സ്കൂൾ കുട്ടികളായിട്ടുള്ള 3 to 6 കുട്ടികൾക്ക് നമ്മൾ ECC സംവിധാനം എല്ലാ ദിവസങ്ങളും നമ്മൾ ഉറപ്പാക്കുന്നുണ്ട്. എന്താണ് ECC എന്നുള്ളത് കൃത്യമായി ടീച്ചേഴ്സിന് അറിയാം. ഏർലി ചൈൽഡ്ഹുഡ് കെയർ എഡ്യൂക്കേഷൻ സംവിധാനമാണ് നമ്മൾ ഈ കുട്ടികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ തുടർച്ചയായി ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്, HSM കൊടുക്കുന്നുണ്ട്, മോർണിംഗ് സ്നാക്സ് കൊടുക്കുന്നുണ്ട്, അവരുടെ ഫോട്ടോ കൊടുക്കുന്നുണ്ട്, അറ്റൻഡൻസ് ഉറപ്പാക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ പോഷൻ ട്രാക്കറിലേക്ക് ഈ എൻട്രികളെല്ലാം നിർബന്ധമാക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് കൃത്യമായി അതിനുള്ള മറുപടി നിങ്ങൾക്കുണ്ടാവും. നമുക്കറിയാം നമ്മളെ പോഷൻ ട്രാക്കറിനകത്ത് ഈ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നത് നമ്മൾ അങ്കണവാടിയിൽ പോകുന്നുണ്ടെന്നും ഇത്ര കുട്ടികൾ അങ്കണവാടിയിൽ ഉണ്ടെന്നും ഇത്ര ഗുണഭോക്താക്കളായിട്ട് ഇന്ന ആളുകളൊക്കെയാണ്, അവർക്ക് ഇന്ന സംവിധാനങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്, ഇത്ര പൊടി കൊടുക്കുന്നുണ്ട്, ഇത്ര കുട്ടികൾക്ക് ഹാജർ മാർക്ക് ചെയ്യുന്നുണ്ട്, ഇവർക്കൊക്കെ നമ്മൾ HSM മാർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മളെ CDP ഉൾപ്പെടെയുള്ള സൂപ്പർവൈസർ ഉൾപ്പെടെയുള്ള ഓഫീസേഴ്സിന് നമുക്ക് നേരിട്ട് ബോധ്യപ്പെടുന്നതാണ്. എന്നാൽ അതിന് മുകളിലുള്ള നമ്മളെ ഓഫീസേഴ്സിന് കൃത്യമായി ഇതെല്ലാം ഒരു കൗണ്ടാക്കി എടുക്കാൻ അല്ലെങ്കിൽ കൃത്യമായി എത്ര ആളുകൾക്ക് യഥാസമയം നമ്മൾ സേവനങ്ങൾ കൊടുക്കുന്നത് അറിയാനും കാണാനും പറ്റുന്ന ഒരു സംവിധാനമാണ് പോഷൻ ട്രാക്കർ. അതിനെ റിയൽ ടൈം മോണിറ്ററിംഗ് സിസ്റ്റം എന്ന് വിശേഷിപ്പിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ പോഷൻ ട്രാക്കർ എന്ന റിയൽ ടൈം മോണിറ്ററിംഗ് ടൂൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഏതോ ഒരു ജില്ലയിലെ ഏതോ ഒരു സെക്ടറിലെ ഏതോ ഒരു അങ്കണവാടിയിൽ ഇത്ര കുട്ടികൾ ഇന്ന് ഹാജരായിട്ടുണ്ട്, അവിടെ ഇത്ര കുട്ടികൾക്ക് ECCയുടെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്
നമ്മൾ ഇതെല്ലാം തന്നെ പോഷൻ ട്രാക്കർ ഇല്ലാത്ത സമയങ്ങളിലും ചെയ്തു വന്നതാണ്. പക്ഷേ ഇതിനെല്ലാം ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം, അല്ലെങ്കിൽ ഇതിനെല്ലാം ഒരു കൃത്യത ഉണ്ടാവണം, അല്ലെങ്കിൽ ഇതിനെല്ലാം ഒരു ഉറപ്പുണ്ടാവണം എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ പോഷൻ ട്രാക്കർ വന്നിട്ടുള്ളത്. അപ്പോൾ ഡിജിറ്റലൈസേഷൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഓരോ കുട്ടിക്കും ഇത്തരത്തിലുള്ള ECC ഉൾപ്പെടെയുള്ള സേവനങ്ങൾ മുടങ്ങിപ്പോകരുത് എന്നുള്ളത് കൂടി ഉറപ്പാക്കാനാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന നമ്മളുടെ ഉത്തരവാദിത്തമാണ് കൃത്യമായി നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ പോഷൻ ട്രാക്കറിലേക്ക് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ദിവസങ്ങളിലും ഓരോ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ECC സംവിധാനത്തിൽ ഓരോ കുട്ടിക്കും നമ്മൾ ECC മാർക്ക് ചെയ്യേണ്ടതായിട്ടില്ല. ഒരു അംഗൻവാടിയിൽ ഒരു തവണ മാത്രം ECC മാർക്ക് ചെയ്താൽ മതി. കൃത്യമായി മനസ്സിലാക്കുക. ഓരോ HCM നമ്മൾ ഓരോ കുട്ടിക്കും നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ECC സംവിധാനം അങ്ങനെയല്ല. മൊത്തത്തിൽ 10 കുട്ടികളുണ്ടെങ്കിൽ ഒരു ദിവസം ക്ലാസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ടീച്ചർ ഒരു തവണ മാത്രം ECC എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓരോ ദിവസങ്ങളിലും 2 വീഡിയോ കാണണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വേർഷനിൽ വന്നിട്ടുള്ള മാറ്റം എന്താണ്? നമുക്കറിയാം പോഷൻ ട്രാക്കറിനകത്തേക്ക് ലിങ്ക് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ECCയുടെ ഭാഗമായിട്ട് ഒരുപാട് വീഡിയോസ് നമ്മളെ ഈ പോഷൻ ട്രാക്കറിനകത്തുണ്ട്. പക്ഷേ അതെല്ലാം തന്നെ ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ്. നേരത്തെ ഹിന്ദിയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ അപ്ഡേഷനിൽ അത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അതുകൊണ്ട് നമുക്ക് കാര്യമില്ല. നമുക്ക് മലയാളത്തിലേക്ക് വന്നാൽ മാത്രമാണ് എന്താണ് കൃത്യമായി എന്നുള്ളത് കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. എന്നിരുന്നാലും അത് ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്കത് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തൊക്കെ തന്നെയാണെങ്കിലും നമ്മൾ സാധാരണ കുട്ടികൾക്ക് ECC പകർന്നു കൊടുക്കുന്നത് പോഷൻ ട്രാക്കറിലേക്ക് കൂടി നിർബന്ധമായിട്ടും മാർക്ക് ചെയ്യണം. 2 ആക്ടിവിറ്റികളാണ് ഒരു ദിവസം ECCയുടെ ഭാഗമായിട്ട് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ വേർഷനിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നത്, ഒരു ദിവസം കുട്ടി അംഗൻവാടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് കുട്ടികളുണ്ടാവും. അത്തരത്തിൽ കുട്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ സാധാരണ പോലെ തന്നെ അവരെ ഹാജർ നില മാർക്ക് ചെയ്യണം, HCM മാർക്ക് ചെയ്യണം, അതേപോലെ തന്നെ മോർണിംഗ് സ്നാക്സ് ഒക്കെ മാർക്ക് ചെയ്യുന്ന അതേ പ്രാധാന്യം കുട്ടികൾക്ക് ECCയുടെ ഭാഗമായി നമുക്ക് അതിന് മുന്നേ പ്രീ സ്കൂൾ ആക്ടിവിറ്റി, ഹൈജീൻ ആക്ടിവിറ്റി ഒക്കെ ഡബിൾ ടിക്ക് കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ ECCയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഈ എൻട്രികളൊക്കെ മാർക്ക് ചെയ്യേണ്ടത്. ഓരോ ദിവസങ്ങളിലും കുട്ടികൾക്ക് ഓരോ ക്ലാസ്സുകൾ നമ്മൾ ഓരോ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കൊടുക്കാറുണ്ട് അല്ലേ. ഓരോ മാസങ്ങളിലും ഓരോ തീമിനനുസരിച്ച് ഓരോ കുട്ടികൾക്ക് നമ്മൾ എന്തൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ള ടീച്ചേഴ്സിന് കൃത്യമായിട്ട് അറിയാം. അത് എന്തൊക്കെ കൊടുത്താലും പോഷൻ ട്രാക്കറിനകത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയം അവിടെ എന്താണോ കാണുന്നത് അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് പോകണം. താൽക്കാലികമായിട്ട് ഇപ്പോൾ ഇങ്ങനെയാണ് നിലവിൽ വന്നിട്ടുള്ളത്. ഇനി അത് കേരളത്തിൽ എങ്ങനെയാണോ പാഠ്യ പദ്ധതി ഉള്ളത് അതിനനുസരിച്ച് വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത് ഒരു തുടക്കം എന്നുള്ള രീതിയിലാണ് ഇതിലൊക്കെ ഓരോ മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ ഈ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറേണ്ടതുണ്ട്. ഈ മാറണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് ടീച്ചേഴ്സിന് അറിയണം. അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ കൃത്യമായി നമ്മളെ പോഷക ഭാഷ എന്ന ചാനലിലൂടെ ഫോളോ ചെയ്യണം. നിങ്ങൾക്ക് വരുന്ന ഓരോ അപ്ഡേഷനുകളും യഥാസമയം ലളിതമായി കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതെല്ലാം പഠിച്ചെടുക്കാനും അതെല്ലാം നിങ്ങളുടെ അങ്കണവാടിയിൽ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങളെ കൂടുതൽ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് ഒരുപാട് ടീച്ചേഴ്സ് അറിയിച്ചതിനെ തുടർന്നാണ് കണ്ടിന്യൂസ് ആയിട്ട് ഈ സെഷനുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളും സമയം ചിലവഴിച്ച് സമയം കണ്ടെത്തിയിട്ടാണ് അതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇത് കൂടുതൽ പ്രയോജനപ്പെടുന്നത് നമ്മുടെ ടീച്ചേഴ്സിന് തന്നെയാണ്. അപ്പോൾ ഇതിനു വേണ്ടി തന്നെ നിങ്ങൾ സമയം കണ്ടെത്തണം. ഇത് അങ്കണവാടിയിൽ ഇരുന്നു കൊണ്ട് മാത്രം കാണാൻ പറ്റുന്നതല്ല. നിങ്ങൾക്ക് ഫ്രീ ടൈം എപ്പോഴാണോ കിട്ടുന്നത് ആ സമയത്ത് കാണാം. ഞാൻ പറയുന്നത് എപ്പോഴൊക്കെയാണോ അപ്ഡേഷൻ വരുന്നത് അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ ആദ്യം എത്തുന്നത് അതേ സമയം തന്നെ നിങ്ങൾ ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളണം. എന്നാൽ മാത്രമാണ് തടസ്സം കൂടാതെയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഉറപ്പാക്കാനും പരാതികളില്ലാത്ത സേവനങ്ങൾ നിങ്ങൾക്ക് ഉറപ്പാക്കാനും കഴിയും.